അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അതും നമ്മളെ വീട്ടിലൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണെന്ന് കാണിക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം പോയിട്ട് നമ്മളെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. ഇനി ഒരു 1/4 കപ്പ് മൈദ വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിയാണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിറപ്പിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത് നമ്മളെ ഡോയിൽ തന്നെ ചേർക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അരിപ്പയിലിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബേക്കിംഗ് സോഡേൻ്റെ അളവൊന്നും കൂടാതെ നോക്കാം. ബേക്കിംഗ് സോഡ ഒക്കെ കൂടിയാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് വല്ലാതെ സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീം ചേർക്കാം. അപ്പോൾ അതൊന്ന് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഓരോ പാൽപ്പൊടിക്കും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ. അപ്പോൾ ബാക്കിയുള്ള ക്രീമും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ക്രീമിന് പകരം പാൽ യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അളവിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷേ ക്രീമിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയി ഗുലാബ് ജാമുൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് കൈ കൊണ്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഒട്ടി പിടിക്കുന്നൊരു പരുവത്തിലാണുള്ളത്. കണ്ടോ, നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പോൾ ഇതുപോലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ സ്റ്റിക്കി ആയിട്ടുള്ള അതൊക്കെ പോയി ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ട് ഇനി ഇതൊരു 16 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റാം. അതാണ് സാധാരണ ഒരു ഗുലാബ് ജാമുൻ്റെ ഒരു സൈസ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുറച്ച് ചെറിയ ഗുലാബ് ജാമുനാണ് ഇഷ്ടം. അപ്പം സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഇത് പൊരിച്ചെടുത്ത് പിന്നെ സിറപ്പിലിട്ട് വരുമ്പോൾ കുറച്ച് സൈസ് ഒന്ന് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പിന്നെ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ക്രാക്സ് ഒന്നുമില്ലാതെ വിടവൊന്നുമില്ലാത്ത ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രാക്സ് ഇല്ലാത്ത ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ക്രീം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഉരുട്ടിയെടുക്കാം. ഇതാ നമ്മൾ 16 എണ്ണമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈസിലുണ്ടാവും ഒരു ബോൾ. ഇതുപോലെ ക്രാക്സ് ഒന്നുമില്ലാതെ നല്ല ഫിനിഷിങ്ങിൽ ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 32 പീസസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുണ്ടാവും ഓരോ ഗുലാബ് ജാമുൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗുലാബ് ജാമുൻസ് അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന അത്ര ഓയിൽ എടുക്കണം. പിന്നെ ഓയിലിൻ്റെ ചൂടും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ ഗുലാബ് ജാമുൻസ് ഇട്ടിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരും. എന്നിട്ട് അത് മെല്ലനെ പൊങ്ങി വരണം. ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കണം നമ്മുടെ ഓയിൽ. അപ്പോൾ ഫ്ലെയിം നല്ല ലോ ആയിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഗുലാബ് ജാമുൻസിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടൂല. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ ഇത് പൊരിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് ക്ഷമ വേണം.
നമ്മൾ ഓയിലിൽ ഇതിങ്ങനെ തിങ്ങി കിടക്കരുത്, നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ടാവണം. ഇത് ചൂടാവുമ്പോൾ താനേ ഇങ്ങനെ തിരിഞ്ഞു വരും, പക്ഷേ എന്നാലും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാ ഭാഗത്തും ഒരേപോലെ കളറായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ബോൾസ് ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് 1.5 കപ്പ് പഞ്ചസാര വേണം. ഇനി 1.5 കപ്പ് വെള്ളവും വേണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് രണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയം കുങ്കുമപ്പൂവ്, അതായത് സാഫ്രോണൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയം ചേർക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മളിത് ഒരു നൂൽ പാവൊന്നും ആവണ്ട, ഒന്ന് തിളച്ചിട്ട് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഗുലാബ് ജാമുൻസ് ചേർക്കണം. ഇപ്പോൾ തന്നെ ചേർക്കരുത്, ആ തിളച്ചതിൽ തന്നെ ചേർക്കരുത്. 1-2 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗുലാബ് ജാമുൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നല്ല ചൂടിൽ ഉള്ള സിറപ്പിലേക്ക് ഗുലാബ് ജാമുൻസ് ചേർക്കരുത്, അതുപോലെ തന്നെ വല്ലാതെ ചൂടാറിയ സിറപ്പിലേക്കും ചേർക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഗുലാബ് ജാമുൻസ് പൊരിച്ചെടുത്ത് ചൂടോടെ ആ സിറപ്പിലേക്ക് ചേർക്കരുത്. പൊരിച്ചെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ചേർക്കാം. ഇനി ഇതൊരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഷുഗർ സിറപ്പിൽ സോക്കായിട്ട് റെഡിയാവും. പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചോ അല്ലെങ്കിൽ ചൂടോടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഗുലാബ് ജാമുൻസ്? നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ? അപ്പോൾ വേഗം പോയിട്ട് ഉണ്ടാക്കിക്കോളൂ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.